السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 27-ാമത്തെ ആയത്തിൽ ഫാസിഖുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അല്ലാഹുവിന്റെ ഉത്തരവ് നൽകിയതിന് ശേഷം അതിനെ ലംഘിക്കുന്ന, അള്ളാഹു കൂട്ടിച്ചേർക്കുവാൻ കൽപ്പിച്ചതിനെ മുറിച്ചു വേർപ്പെടുത്തുന്ന, ഭൂമിയിൽ നാശമുണ്ടാക്കുന്ന ഫാസിക്കുകളുടെ 3 സ്വഭാവങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്തരവ് നൽകിയതിന് ശേഷം അതിനെ ലംഘിക്കുന്ന ഒരു സ്വഭാവമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. അല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി, അള്ളാഹുവിന്റെ ഉത്തരവ് അവൻ നൽകിയതിന് ശേഷം അതിനെ ലംഘിക്കുന്നവരാണ് അവർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിനുശേഷം അള്ളാഹു പറയുന്നത് വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യുസ്വല, അള്ളാഹു കൂട്ടിച്ചേർക്കുവാൻ കൽപ്പിച്ചതിനെ മുറിച്ചു വേർപ്പെടുത്തുന്നവരാണ് അവർ എന്നാണ്. വയുഫ്സിദൂന ഫിൽ അർളി, ഭൂമിയിൽ നാശമുണ്ടാക്കുകയും ചെയ്യുന്നവരാണ് അവർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയുണ്ടായി. ഈ ആയത്തിലൂടെ സത്യനിഷേധികളായ ഫാസിഖുകളുടെ 2-ാമത്തെയും 3-ാമത്തെയും സ്വഭാവമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചേർക്കുവാൻ കൽപ്പിച്ച ബന്ധങ്ങൾ അത് മുറിച്ചു വേർപ്പെടുത്തുന്ന സ്വഭാവക്കാരാണ് അവർ എന്നതും, അതുപോലെ തന്നെ ഭൂമിയിൽ നാശമുണ്ടാക്കുന്ന സ്വഭാവക്കാരാണ് അവർ എന്നതാണ് ഇവിടെ അള്ളാഹു എടുത്തു പറഞ്ഞ 2-ാമത്തെയും 3-ാമത്തെയും ഈ കൂട്ടം ആളുകളുടെ സ്വഭാവം. ഇമാം ഖത്താദ റഹിമഹുള്ളയെ പോലെയുള്ളവർ ഈ ഭാഗം വിശദീകരിക്കുന്നത്, ഇവിടെ ആ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി കൽപ്പിച്ചത് അത് കുടുംബ ബന്ധമാണ് എന്നതാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അതിലേക്ക് തെളിവ് പിടിച്ചുകൊണ്ട് സൂറത്തുൽ മുഹമ്മദിലെ 22-ാമത്തെ ആയത്ത് ഈ പണ്ഡിതന്മാർ ഇതിലേക്ക് ചേർത്ത് ഉദ്ധരിക്കുകയാണ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ ഹൃദയത്തിന് രോഗം ബാധിച്ച ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, ഫഅൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദു ഫിൽ അർളി വതുഖത്തഉ അർഹാമകും, എന്നാൽ നിങ്ങൾ കൈകാര്യകർതൃത്വം ഏറ്റെടുക്കുകയാണ് എങ്കിൽ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുകയും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ വെട്ടിമുറിക്കുകയും ചെയ്തേക്കുമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുഹമ്മദിലെ 22-ാമത്തെ ആയത്തിലൂടെ പറയുന്ന കാര്യ. ഈ രൂപത്തിലുള്ള ആളുകളുടെ കയ്യിൽ ജനങ്ങളുടെ കൈകാര്യവും അധികാരവും വന്നു കഴിഞ്ഞാൽ ഇവർ നാട്ടിൽ പലതരം കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുകയും ചെയ്യുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വളരെ ഗൗരവമായ സ്ഥാനമാണ് സഹോദരങ്ങളെ കുടുംബ ബന്ധത്തിന് ഇസ്ലാം നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയവുമായി പറയുന്നത്, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഇൻ, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്, പരലോകത്ത് ശിക്ഷയുള്ളതോടൊപ്പം ദുനിയാവിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ ശിക്ഷ ലഭിക്കുന്ന കാര്യം അത് കുടുംബ ബന്ധം മുറിക്കുന്നതിനും അക്രമത്തിനുമായിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇക്കാര്യം സഹോദരങ്ങളെ നമുക്ക് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. വളരെ ഗൗരവമായ വിഷയമാണ് ഇത്. ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സ്വഭാവമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് നമുക്ക് നൽകിയ നമ്മുടെ കുടുംബം, അതിലെ പരസ്പര ബന്ധവും. അത് സഹോദരങ്ങളെ മുറിച്ചു കളയുവാൻ നമുക്ക് അവകാശമില്ല. ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും, അവർ പറയുകയാണ്, അവർ ശപഥം ചെയ്യുകയാണ്, ഞാനിനി ഇന്ന വ്യക്തിയുമായി ഒരു ബന്ധവും ഉണ്ടാകില്ല എന്ന്. ഒരു പക്ഷേ സ്വന്തം മാതാപിതാക്കളോ സഹോദരങ്ങളോ അല്ലെങ്കിൽ അള്ളാഹു പവിത്രമായി നിശ്ചയിച്ച കുടുംബ ബന്ധത്തിൽപ്പെട്ട ആരുമാകാം അത്. ഈ രൂപത്തിൽ സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, വലാ യമീന ഫീ ഖതീഅത്തി റഹിമിൻ, കുടുംബ ബന്ധം മുറിക്കുന്നതിൽ ശപഥമില്ല എന്ന് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നോക്കൂ സഹോദരങ്ങളെ, എത്ര കണിശമായിട്ടാണ് ഈ വിഷയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ അത്രമാത്രം ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ കുടുംബ ബന്ധം എന്നുള്ളത് നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്തുൻ നിസായിലെ 1-ാമത്തെ ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, ഏതൊരു അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ അന്യോന്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നുവോ അവനെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സൂറത്തുൻ നിസായിലെ 1-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും.
കുടുംബ ബന്ധം പാലിക്കുന്നതും അതുപോലെ തന്നെ കുടുംബത്തോട് നല്ല നിലക്ക് പെരുമാറുന്നതും അത് ഇസ്ലാമിൽ വളരെ പ്രാധാന്യം നൽകപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഇവിടെ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിനോട് ചേർത്തുകൊണ്ട് വൽ അർഹാം, നിങ്ങൾ കുടുംബ ബന്ധത്തെയും സൂക്ഷിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്തൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, രക്തബന്ധം അള്ളാഹുവിന്റെ അർശിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ആ കുടുംബ ബന്ധം പറയുമെന്നാണ്, എന്നോട് ബന്ധം ചേർക്കുന്നവനെ അള്ളാഹു ബന്ധം ചേർക്കട്ടെ, എന്നോട് ബന്ധം മുറിച്ചവനോട് അള്ളാഹു ബന്ധം മുറിക്കട്ടെ. ഇങ്ങനെ അള്ളാഹുവിന്റെ അർശിൽ ബന്ധിക്കപ്പെട്ട ആ കുടുംബ ബന്ധം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു നമ്മളിൽ നിന്ന് ബന്ധം മുറിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുന്ന വിഷയം വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. എന്നാൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ നമ്മെ സഹായിക്കുന്നുണ്ട് എങ്കിൽ അതിന് പകരമായി അവരെയും തിരിച്ചു സഹായിക്കുക എന്ന് പറയുന്നതല്ല കുടുംബബന്ധം ചേർക്കൽ എന്ന കാര്യം നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. അത് നമ്മൾ ഇതോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ആ ഹദീസ് കൃത്യമായി നമുക്ക് ഈ വിഷയം പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, പ്രത്യുപകാരം ചെയ്യുന്നവനല്ല കുടുംബബന്ധം ചാർത്തുന്നവൻ, മറിച്ച് രക്തബന്ധം മുറിയുമ്പോൾ അത് ചേർക്കുന്നവനാണ് കുടുംബബന്ധം ചേർക്കുന്നവൻ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. നല്ല ഹൃദയത്തിന്റെ ഉടമകൾക്ക് മാത്രമാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളെ ചെയ്യുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. മനസ്സിൽ പകയും വിദ്വേഷവും വെച്ച് പുലർത്തുന്ന, അള്ളാഹു നൽകിയ സമ്പത്തിന്റെയും വലിപ്പത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരെ അളക്കുകയും ഏതു രൂപത്തിലാണോ നമ്മോട് കുടുംബക്കാർ പെരുമാറുന്നത് അതിനനുസരിച്ചുകൊണ്ട് തിരിച്ചും അവരോടുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അത് ശരിയായ സമീപനമല്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉപജീവനത്തിൽ വിശാലത ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, അതുപോലെ തന്നെ ഈ ദുനിയാവിൽ ദീർഘായുസ് ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവർ തന്റെ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. ഇക്കാര്യം നമുക്ക് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാൻ കഴിയും. സഹോദരങ്ങളെ, അതിനുള്ള നിരവധി അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാം ഫലപ്രദമായി നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഒരു ദരിദ്രന് നിങ്ങൾ ധർമ്മം നൽകിയാൽ അത് ഒരു ധർമ്മമാണ്, എന്നാൽ അയാൾ കുടുംബ ബന്ധമുള്ള ഒരു ദരിദ്രനാണ് എങ്കിൽ അവിടെ അത് രണ്ട് ധർമ്മമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഒന്ന് ധർമ്മം ചെയ്യലും, പിന്നെ രണ്ടാമത്തേത് അത് കുടുംബ ബന്ധം ചേർക്കലുമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇമാം തിർമിദി രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് ഈ കാര്യം കാണാൻ കഴിയും. സഹോദരങ്ങളെ, നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കൂ. ദരിദ്രരായ പാവപ്പെട്ട നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളെ നമ്മൾ ശരിയായ രൂപത്തിൽ സഹായിക്കുന്നുണ്ട് എങ്കിൽ ഒരു പക്ഷേ നമ്മോട് നല്ല അടുപ്പം പ്രകടിപ്പിക്കുന്നവരോടായിരിക്കും, നമ്മോട് അകന്നു നിൽക്കുന്ന, ജീവിതത്തിന്റെ ഒരറ്റം മുട്ടിക്കുവാൻ പ്രയാസപ്പെടുന്നവരുണ്ട് എങ്കിൽ അവരെ സഹായിക്കുന്നതാണ് യഥാർത്ഥത്തിൽ വളരെ പുണ്യകരമായ കാര്യമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. പ്രത്യുപകാരം ചെയ്യുന്നവനല്ല കുടുംബ ബന്ധം ചേർക്കുന്നവൻ, മറിച്ച് ബന്ധം മുറിയുമ്പോൾ അത് ചേർക്കുന്നവനാണ് കുടുംബ ബന്ധം ചേർക്കുന്നവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വളരെ ഗൗരവത്തോടുകൂടി നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു വിഷയമാണ്. ഇനി നമ്മുടെ ഇന്നത്തെ ആയത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഫാസിക്കുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല, അല്ലാഹു കൂട്ടിച്ചേർക്കുവാൻ കൽപ്പിച്ചതിനെ മുറിച്ച് വേർപ്പെടുത്തുന്നവരാണ് അവർ എന്ന് പറഞ്ഞത്, അത് കുടുംബബന്ധം വേർപ്പെടുത്തുന്നവരാണ് എന്ന് പ്രബലമായ അഭിപ്രായം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചേർക്കുവാൻ കൽപ്പിച്ച രക്തബന്ധവും കുടുംബബന്ധവും സ്നേഹബന്ധവും അയൽപ്പക്ക ബന്ധവും അതുപോലെ തന്നെ സാമൂഹിക ബന്ധവും ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി കൽപ്പിച്ചതിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് എന്ന് തഫ്സീർ പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള അവിശ്വാസികൾ ഈ രൂപത്തിലുള്ള ബന്ധങ്ങൾക്കൊന്നും യാതൊരു സ്ഥാനവും കൊടുക്കാതെ അള്ളാഹുവിന്റെ ഇത്തരം കൽപ്പനകൾക്ക് കടകവിരുദ്ധമായി പ്രവർത്തിച്ച, അക്രമങ്ങൾ ചെയ്ത, ഭൂമിയിൽ ധാരാളം കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ചരിത്രങ്ങൾ, ഇതെല്ലാം വസ്തുനിഷ്ഠമായി
ലോക ചരിത്രത്തിൽ രേഖീകരിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. മുനാഫിക്കുകളും മുശ്രിക്കുകളും അതുപോലെ തന്നെ ജൂതന്മാരും ഇവരെല്ലാവരും തന്നെ ഈ വിഷയത്തിൽ അതിരുകടന്ന് പ്രവർത്തിച്ച ആളുകളാണ് സഹോദരങ്ങളെ. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവരുടെ മൂന്നാമത്തെ സ്വഭാവമായി പറഞ്ഞത് വയുഫ്സിദൂന ഫിൽ അർദ്, ഭൂമിയിൽ നാശമുണ്ടാക്കുകയും ചെയ്യുന്നവരാണ് അവർ എന്ന്. ഈ ഓരോ വിഭാഗക്കാരും അവർ ചെയ്ത കുഴപ്പങ്ങളുടെ പങ്കിനനുസരിച്ച് ഇഹലോകത്തും പരലോകത്തും അവർക്ക് വലിയ നഷ്ടം തന്നെ സംഭവിക്കും. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു തആല ശേഷം പറയുന്നത് ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ തന്നെയാകുന്നു നഷ്ടക്കാർ. ഈ നഷ്ടക്കാരെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം വഹാഖ് റഹിമഹുല്ലാഹ് പറയുകയാണ്. മുസ്ലിമുകളെ ഉദ്ദേശിച്ച് ഖാസിറൂൻ അഥവാ നഷ്ടക്കാർ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞാൽ അവിടെ എല്ലാ സ്ഥലത്തും പാപമാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. എന്നാൽ മുസ്ലിമുകളല്ലാത്തവരെ കുറിച്ച് ഖാസിറൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പ്രയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ കുഫറാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചതുപോലെ ഇവിടെ ഈ ആയത്തിൽ മുസ്ലിമുകളല്ലാത്തവരെ കുറിച്ചാണ് അള്ളാഹുവിന്റെ പരാമർശം. അതുകൊണ്ട് തന്നെ അവർ നഷ്ടക്കാരാകാൻ കാരണമായത് അവർ പ്രവർത്തിച്ച കുഫറാണ് എന്ന കാര്യം ഇവിടെ വ്യക്തമാവുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ഭാഗം വിശദീകരിക്കുകയാണ്. അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിലൂടെ ഈ ഖാസിറൂനായ വ്യക്തികൾ, അതായത് നഷ്ടക്കാരായ ആളുകൾ, അവർ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നുള്ള അവരുടെ വിഹിതം നഷ്ടപ്പെടുത്തിയ ആളുകളാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ, ഒരു കച്ചവടക്കാരൻ അയാളുടെ കച്ചവടത്തിൽ തന്റെ സമ്പത്ത് ഇറക്കിയിട്ട് ഒടുക്കം തന്റെ മൂലധനം നഷ്ടപ്പെടുത്തുന്നവനെ പോലെയാണ് ഇവർ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അള്ളാഹു അവന്റെ അടിമകൾക്ക് പ്രത്യേകമായി മാറ്റിവെച്ച അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നും ഈ കപടവിശ്വാസികളും അവിശ്വാസികളും ആ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കേണ്ട വിഷയം അത് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ കാരുണ്യം ആവശ്യമായി വരുന്ന സമയം. എന്നാൽ ആ സമയം ഇത്തരം ആളുകൾക്ക് അത് അള്ളാഹുവിൽ നിന്നും ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ തന്നെയാകുന്നു നഷ്ടക്കാർ എന്ന്. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയിലെ 27-ാമത്തെ ആയത്തിന് പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനങ്ങളുടെ ഒരു സംക്ഷിപ്തം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.